أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. صدق الله العظيم. فانطلق മൂന്നാമത്തെ ഇന്തലഖ എന്നിട്ടവർ പോയി. ഹത്ത ഇദാ അത്തയ അവർ എത്തുവോളം അല്ലെങ്കിൽ അവർ വരുവോളം അഹ്ല ഖറിയത്തിൻ ഒരു നാടിൻ്റെ ആളുകളിൽ അഥവാ ഒരു നാട്ടുകാരിൽ ഇസ്തത്അമ തആമ് ഇസ്തത്അമ എന്ന് പറഞ്ഞാൽ തആമ് ആവശ്യപ്പെട്ടു എന്നർത്ഥം. ഇസ്തത്അമ അവർ ഇരുവരും ഭക്ഷണം ആവശ്യപ്പെട്ടു അഹ്ലഹ അതിൻ്റെ ആളുകളോട് അഥവാ നാട്ടുകാരോട്. ഫഅബൗ അപ്പോൾ അവർ വിസമ്മതിച്ചു. അൻ യുളയ്യിഫൂഹുമ ഇവർ ഇരുവരെയും അതിഥികളാക്കുവാൻ. ഫവജദ അപ്പോൾ അവർ ഇരുവരും കണ്ടു ഫീഹ അവിടെ ജിദാറ ഒരു മതിൽ യുരീദു അൻ യൻഖല്ല യുരീദു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത് ഉദ്ദേശിക്കുന്നു എന്നാണ്, അഥവാ നിൽക്കുന്നു. അൻ യൻഖല്ല പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു മതിൽ അവർ കണ്ടു. ഫഅഖാമഹു അപ്പോൾ അദ്ദേഹം അത് നേരെയാക്കി അഥവാ നിലനിൽക്കാവുന്ന വീഴാൻ പോകുന്ന അവസ്ഥ മാറ്റി എന്നർത്ഥം. നിലനിർത്തി എന്നാണ് അഖാമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഖാല മൂസ ചോദിച്ചു, ലൗ ശിഅ്ത താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖൽത താങ്കൾക്ക് സ്വീകരിക്കാമായിരുന്നല്ലോ അലൈഹി അതിൻ്റെ പേരിൽ അജ്റ വല്ല പ്രതിഫലവും. ഖാല ഖദർ പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് ഇതാണ് എനിക്കും നിങ്ങൾക്കുമിടയിലുള്ള വേർപിരിയൽ. ഹാദാ ഇതാണ് ഫിറാഖ് വേർപിരിയൽ, ബൈനി വ ബൈനിക്ക എനിക്കിടയിലും നിങ്ങൾക്കിടയിലും എന്നാണ്. അറബിയിൽ പറയുമ്പോൾ രണ്ട് ബൈന ഉണ്ടാവും, മലയാളത്തിൽ പറയുമ്പോൾ ഒരു ഇടയിൽ ഉണ്ടാവുള്ളൂ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ. സ ഉനബ്ബിഉക ഉടനെ ഞാൻ അറിയിച്ചു തരാം. ബി തഅ്വീൽ വ്യാഖ്യാനം. മാ നബ്ബഅയുടെ കൂടെ ബി ഉണ്ടാവും എപ്പോഴും. തഅ്വീൽ വ്യാഖ്യാനം. മാ ലം തസ്തത്തി അലൈഹി സബ്റ മാ ഒന്ന് ലം തസ്തത്തി താങ്കൾക്ക് സാധിച്ചിട്ടില്ല അലൈഹി അക്കാര്യത്തിൽ സബ്റ ക്ഷമ അല്ലെങ്കിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ എന്നർത്ഥം. രണ്ടാമതും ക്ഷമാപണം നടത്തി, ഇനി മേലാൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൃത്യം ന്യായമായി താങ്കൾ എന്നെ പിരിച്ചുവിട്ടോളൂ എന്ന ഉറപ്പും കൊടുത്തിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമും കണ്ടുമുട്ടിയ അള്ളാഹുവിൻ്റെ അടിമയും ഒന്നിച്ചു പോയത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് അവരൊരു നാട്ടിലെത്തി. അതാണ് ഫന്തലഖ ഹത്ത ഇദാ അതയ അഹ്ല ഖറിയത്ത്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാമം എന്നാണ് പറയുക. പക്ഷേ വെറും നമ്മൾ കേരളക്കാർ ഗ്രാമം എന്ന് പറയൽ ചിലപ്പോൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തിനാണ്. അല്ല, ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പോലെ സ്വയം സമ്പൂർണമായ ആവശ്യങ്ങളൊക്കെ ഉള്ള പൊതുകിണർ, പൊതു ഓഫീസ്, സ്കൂള്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കടകൾ ഒക്കെ ഉള്ള സ്ഥലത്തിനാണ് ഖറിയത്ത് എന്ന് പറയാം.
അവരോട് ഭക്ഷണം ചോദിച്ചു. ഇസ്തത്അമ അഹ്ലഹ, പരദേശികൾക്ക്, വിദേശികൾക്ക്, യാത്രക്കാർക്ക് സത്രങ്ങൾ, അതുപോലെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നത് ഏതൊരു നല്ല നാട്ടിൻ്റെയും പതിവാണല്ലോ. പക്ഷേ ഫഅബൗ അൻ യുളയ്യിഫൂഹുമ, അവർക്ക് രണ്ടാളെയും അതിഥികളായി സ്വീകരിക്കുവാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ഫവജദ ഫീഹ ജിദാറ, അഥവാ അവർ വിസമ്മതിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പിന്നെ കഥ പോകുന്നത് പെട്ടെന്ന് മറ്റൊരു സംഭവത്തിലേക്കാണ്. ഫവജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻഖല്ല, അപ്പോഴുണ്ട് അവിടെ വീഴാൻ നിൽക്കുന്ന ഒരു മതിൽ അവരിരുവരും കണ്ടു. ഫഅഖാമഹു, ഖദർ വലിയ കാര്യത്തിൽ ചെന്നിട്ട് ആ മതിൽ നേരെയാക്കി, വീഴാതെയാക്കി എന്നർത്ഥം. അപ്പോൾ മൂസ അലൈഹിസ്സലാം സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ക്യൂരിയോസിറ്റി, ആകാംക്ഷയിൽ പറഞ്ഞു, ഭക്ഷണം തരുന്നില്ല, എന്നാൽ ഇതിൻ്റെ പേരിൽ പ്രതിഫലമായിട്ട് വല്ലതും ചോദിക്കായിരുന്നല്ലോ. അഥവാ പ്രതിഫലമായിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം, ഈ എടുത്ത പണിക്ക് പ്രതിഫലമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് അവരോട് പറയാമായിരുന്നല്ലോ എന്ന് മൂസ അലൈഹിസ്സലാം ചോദിച്ചു. ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഖദർ പറഞ്ഞു, ഇപ്പോൾ ശരിയായി, ഇതാണ് നമുക്കിടയിലുള്ള വേർപാട്, അഥവാ ഇനി നമുക്ക് ഒത്തുപോകാൻ പറ്റുകയില്ല. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, ഇനി ഞാൻ എന്ത് ചെയ്യാം, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെയൊക്കെ വ്യാഖ്യാനം, യാഥാർത്ഥ്യം എന്താണ് എന്ന് ഉടനെ തന്നെ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാം. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ ഉള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. അതാണ് ഇനിയുള്ള ആയത്തുകളിൽ. ഇവിടെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ പിരിച്ചയക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മൂസ അലൈഹിസ്സലാം ചിന്തിക്കുന്നത് ഇതിൽ നിന്നൊക്കെ ഞാൻ ചിലത് പഠിക്കേണ്ടതുണ്ട് എന്നല്ല ഇപ്പോൾ, അത് വിശദീകരണം വരുമ്പോഴേ തിരിയുള്ളൂ. പകരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ പഠിപ്പിക്കൽ ഉണ്ടാകുക എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആ പഠിപ്പിക്കലിന് വേണ്ടിയുള്ള യാത്രക്കിടയിലുള്ള സംഭവമായിട്ടേ മൂസ അലൈഹിസ്സലാം ഇതിനെ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വന്നപ്പോൾ പ്രതിഷേധിച്ചു. അതിൽ അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായപ്പോൾ ക്ഷമാപണം നടത്തി. ഇത് ചോദിക്കലാണ് എന്ന് വരുന്നില്ല, പകരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും ദുഷ്ടന്മാരായ രണ്ട് മനുഷ്യർക്ക് വിശന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ തയ്യാറില്ലാത്ത ഈ നാട്ടുകാരോട് ഇത്ര കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഈ ചെയ്ത സേവനത്തിന് പ്രത്യുപകാരമായിട്ട്, പ്രതിഫലമായിട്ട് അല്പം ഭക്ഷണം തന്നുകൂടെ? എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതിയല്ല, തൻ്റെ ഗുരുനാഥനായ, തൻ്റെ ഗുരുവായ ഖദറിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നും ആകാം. അല്ലെങ്കിൽ തങ്ങൾക്ക് രണ്ടാൾക്കും വളരെ ക്ഷീണിച്ചിരിക്കുന്നു, നേരത്തെ പോലെ വേവിച്ച മത്സ്യമൊന്നും കയ്യിൽ സ്റ്റോക്കില്ല, വിശപ്പ് രണ്ടാളെയും പിടികൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിന് വിശക്കുന്നുണ്ട്, മറ്റത് മലക്കാണ്, വിശന്നോളണമെന്നില്ല. എന്നാലും ചോദ്യം അവർ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പ്രതിഫലമായിട്ട് തരാം. കഴിക്കൽ ചിലപ്പോൾ മൂസാ നബി ആയിരിക്കും, മറ്റേയാൾ മലക്കായതുകൊണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയാണ് ചെയ്തത്. അപ്പം എന്ത് സംഭവിച്ചു? നേരത്തെ ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, എന്നിൽ നിന്ന് തികച്ചും ന്യായം വന്നിരിക്കുന്നു, അങ്ങനെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെത്തി എന്ന് പറഞ്ഞ് പിടികൂടുകയാണ് ചെയ്തത്. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നുണ്ടാവുക? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞയച്ചതാണ് മൂസ അലൈഹിസ്സലാമിനെ പഠിപ്പിക്കാൻ. ഇവിടെ വെച്ച് കോഴ്സ് പൂർത്തിയായിരിക്കുന്നു. ഇനി വിശദീകരണം നൽകുന്നതോടുകൂടി എന്ത് ഇൽമാണോ മൂസ അലൈഹിസ്സലാമിന് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത് അത് കൊടുത്തു കഴിയും എന്നർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട്
സലാം പറഞ്ഞ് അഭിമുഖമായി ഇരുന്നു. ചോദ്യം ചോദിക്കുന്ന സംഭവം സഹിയായ ഹദീസിലുണ്ടല്ലോ. മൽ ഈമാനു മൽ ഇസ്ലാമു മൽ ഇഹ്സാനു മത്തസാഅത്തു വമാ അശറാത്തുഹ. ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് മറുപടി പറയിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, സഹാബികളെ പഠിപ്പിക്കുവാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യവേഷത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ മൂസ അലൈഹിസ്സലാമിനെ തന്നെ പഠിപ്പിക്കാനാണ് മലാക്ക മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഈ പറഞ്ഞ 3 സംഭവങ്ങൾ, അതിൻ്റെ വിശദീകരണം വരുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ലഭിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.